ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ ടെക് കേരള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ A4 ഷീറ്റ് ഉപയോഗിച്ചിട്ട് അടിപൊളി ലൈറ്റാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വ്യത്യസ്തമായ കളറുകളിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 9 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെൻറ്ററിൽ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്കും അതുപോലെ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ക്രോസിൽ ഒരു ലൈൻ വരച്ചു. അധികം അമർത്തി വരയ്ക്കരുത്, ആ ലൈൻ നമുക്ക് മായ്ച്ച് കളയേണ്ടതാണ്. ജസ്റ്റ് ഒരു മാർക്ക് മാത്രമേ പാടുള്ളൂ. ഈ വശവും ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ 4 നമ്മുടെ ലൈനിൻ്റെ എൻഡുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കാം. നടുക്കുള്ള ആ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു 1.1 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ഒരു 4.1 സെൻറ്റിമീറ്ററും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് മുകളിലേക്ക് ആ ഒരു പകുതി വശത്ത് മാത്രം ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇവിടെയും നമ്മളൊരു ലൈൻ ഇടുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇട്ടതിൻ്റെ നേരെ ഇപ്പോൾ താഴെയാണുള്ളത്, ഇനിയിപ്പോൾ മുകളിലോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. രണ്ടും ഒരേ സൈഡിലേക്കായി പോകരുത്. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വരയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി കട്ടിങ് ആണ്. അപ്പോൾ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഫസ്റ്റ് തന്നെ. അങ്ങനെ നമ്മൾ 4ാമത്തെ വശവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ വരച്ച ആ വരയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ഉണ്ടാവും. അതിനുശേഷം ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വരച്ച വരകളൊക്കെ ഒന്ന് മായ്ച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പെൻസിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് പെട്ടെന്ന് മായ്ച്ചെടുക്കുകയാണ്. അധികം പ്രസ് ചെയ്ത് വരക്കാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് മായ്ച്ച് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 2 സൈഡും കൂടെ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി വെച്ച ശേഷം ഇതുപോലെ ലോക്ക് ചെയ്യുക. പക്ഷേ 2 എഡ്ജും പുറത്തേക്ക് ഇതുപോലെ നിൽക്കണം. അതിനെ കറക്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് സൂപ്പർ ഗ്ലൂ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 9 പീസാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഓരോ പീസുകൾ തമ്മിൽ ഇതുപോലെ ആ ചെറിയ കട്ടിങ്ങിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അവിടെയും ഇതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിലും നിൽക്കും അത്, പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ഗ്ലൂ കൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 പീസ് നമ്മൾ കണക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു വെക്കുക. നേരെ അടിവശം മുകളിലാവുന്ന രീതിയിൽ വെക്കുക. ഇനി ഈ 2 അറ്റത്തുള്ള സംഭവം കൂടെ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യാനൊരു ചെറിയ മടിയുണ്ട്, എന്താണാവോ. അപ്പോൾ നമ്മളിവിടെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടെ കുറച്ച് ഗം ഇട്ട് കൊടുക്കാം. ഇനി ഈ പേപ്പറിൻ്റെ ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഗം ഇട്ടിട്ട് ഓരോന്നും തമ്മിൽ ഒട്ടിച്ചെടുക്കണം. ഞാൻ അവിടെ ഒട്ടിച്ചു. ഇനി അതിൻ്റെ താഴെ വശത്തും കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിക്കാം. കറക്റ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഇതായിട്ടുണ്ട്. ഒന്നുകൂടെ റൗണ്ട് ആക്കാൻ നമുക്ക് ചെറിയ പണിയും കൂടി ഉണ്ട്. അതിനാണ് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് നമുക്കതിനെ അതേ സെയിം കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെട്ടിയ പേപ്പറിൻ്റെ പീസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗമ്മ് തേച്ചിട്ട് നമ്മൾ അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് മാത്രമേ കവർ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പം വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ആയിരിക്കണം എന്ന് മാത്രം. കാരണം എന്നാലേ നമ്മുടെ ലൈറ്റിനൊരു ഷേപ്പ് ഉണ്ടാവുള്ളൂ.
പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നുള്ളൂ. സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹോളിൽ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മളൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേബിൾ അകത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശം ഞാൻ ഇതുപോലെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതിലും ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ട് തന്നെയാണ് അതിനൊന്ന് കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കാം. നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഗമ്മ് വെച്ചിട്ട് ഞാനിവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു. ഇനി പുറംവശം അതുപോലെ തന്നെ ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ലൈറ്റ് നിൽക്കും. ഓക്കെ, ഇനി ആ ഒരു ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ജസ്റ്റ് സൂപ്പർ ഗ്ലൂ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം സെറ്റായിട്ട് ഇനി അടുത്ത ഭാഗമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഹോൾഡറും കുറച്ച് വയറും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും സെറ്റാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്ന കാരണം. അപ്പോൾ നമ്മൾ ആ ഒരു ഹോളിലേക്ക് കൂടി ഇതിട്ടിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ രീതിയിലാണ് ഇട്ടത്. അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് ഇതിനിറക്കി വെക്കുക. നേരത്തെ നമ്മളൊരു കാർഡ്ബോർഡ് ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിലും അതുപോലെ ഗമ്മിട്ട് കഴിഞ്ഞ് നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൾബ് ഇതിലിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അത് ഞാൻ വൈറ്റ് CFL ആണ് ഇട്ടത്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഈ ഒരു പേപ്പർ ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു യെല്ലോ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ച് കളർ ബൾബുകളൊക്കെ മാറ്റി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഏതാണ് ഏറ്റവും ഭംഗി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ബൾബ് ടൈറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ബ്ലൂ ആണ് ഇട്ടിട്ടുള്ളത്, അതും അതിമനോഹരം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ബ്ലൂ മാറ്റിയിട്ട് ഒരു ഗ്രീൻ ബൾബ് ഇട്ട് നോക്കാം. വാവ്, പൊളിച്ചു, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഒരേ ഒരു പേപ്പറിൽ നിന്ന് തന്നെ എല്ലാ കളറും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു യെല്ലോ കളർ ബൾബ് ഇട്ട് എന്താവും നോക്കാം. വാവ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാനമായിട്ട് ഞാനൊരു കിടിലൻ കളറാണ് ഇടാൻ വേണ്ടി പോകുന്നത്, റെഡ്. പക്ഷെ ഇത് ക്യാമറയിൽ ഇത് കത്തുന്ന കാണുമ്പോൾ ഒരു യെല്ലോ കളറായിട്ടാണ് കാണുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ റെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒഴിവുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ലൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്ന ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.